ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ആർട്ടിക്കിൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2500 രൂപ റെഡി ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 520 രൂപ ക്യാഷ് ഡൗൺ പേയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് കുറച്ച് എമൗണ്ട് കൊടുത്തു വെക്കും. അതായത് അഡ്വാൻസ് ആയിട്ട് നമ്മളിപ്പോൾ 1000 രൂപ കൊടുക്കുന്നു അങ്ങനെയൊക്കെ പറയത്തില്ലേ, ആ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം 4 ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്ത് ഈ ഒരു സെറ്റിൽമെന്റ് തീർക്കുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് 25%. ഓക്കെ, ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 2500-ൻ്റെ ഒരു ഐറ്റം ആദ്യമേ 520 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് കൊടുക്കാനുള്ളത് 1980, 1980 രൂപയാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പം പറഞ്ഞിട്ടുണ്ട് 4 ഇൻസ്റ്റാൾമെന്റ്. നമുക്ക് ഇൻസ്റ്റാൾമെന്റിന്റെ ഫോർമുല അറിയാം. 4 ഇൻസ്റ്റാൾമെന്റ് പ്ലസ്, അതായത് ഡ്യൂ ഡെപ്റ്റിന്റെ ഫോർമുല നമുക്കറിയാം. ഡ്യൂ ഡെപ്റ്റ് 4 ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം. 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അടയ്ക്കുന്നത്. ആ ഇൻസ്റ്റാൾമെന്റിന് ഒരു പേഴ്സൻറ്റേജ്. ഓക്കെ, ദെൻ ഇവിടെ മന്ത്ലി ആയിട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. സോ ഡിവൈഡ് ബൈ 12 ഇൻറ്റു 100. പിന്നെ ഒരു സീരീസ്, ആ സീരീസിനകത്ത് നമ്മൾ 4-നെക്കാളും ചെറിയ നമ്പർ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നോക്കിയായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പോയി കാണുക. ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, എൻ്റെ ഈ ഡ്യൂ ഡെപ്റ്റ് 1980 ആണോ? അല്ല. കാരണം ഡ്യൂ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കടക്കാരൻ ഈ 2500-ന് 500 രൂപ കുറച്ചിട്ട് 1980-ന് അവൻ ഈ ഒരു സാധനം കൊടുക്കാൻ തയ്യാറാകത്തില്ല. അവൻ എന്തെങ്കിലും അവിടെ നിന്ന് ലാഭം കിട്ടണം. അപ്പോൾ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1980-ൻ്റെ കൂടെ നിങ്ങൾ എത്ര മാസമാണോ കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുന്നത് അത്രയും നാളത്തേക്കുള്ള ഇൻട്രസ്റ്റും അവൻ വാങ്ങിച്ചിരിക്കും. എന്നാലേ അവന് ലാഭം ഉണ്ടാവുള്ളൂ. കറക്റ്റ് അല്ലേ? അപ്പോൾ 4 മാസത്തിന് ശേഷമാണ് കൊടുക്കുന്നത്. കാരണം 4 ഈക്വൽ മന്ത്ലി ആയിട്ടല്ലേ കൊടുക്കാൻ. ഓക്കെ, ആ 4 മാസത്തേക്ക് 25% എന്ന നിരക്കിൽ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് അവൻ വാങ്ങിച്ചിരിക്കും. ഇതാണ് നമ്മുടെ ഡ്യൂ ഡെപ്റ്റ്. അതായത് ഈ എമൗണ്ട് ആണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 4i. ഓക്കെ, ഇവിടെ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്തു പോയി. 4, ദെൻ 3 2 6, 8 i/80. അല്ലെങ്കിൽ എനിക്ക് 33i/8 എന്ന് എഴുതാം. ഓക്കെ, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കഴിയുമ്പോൾ ഇനി നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്യും. ഓക്കെ, 12 ആവുമ്പോൾ ഒരു പ്രാവശ്യം പോകും. ബാക്കി പോയിട്ട് 78. 2 പ്രാവശ്യം, 6 പ്രാവശ്യം പോകും. 72 പോയിട്ട് ബാക്കി 60, 165 എന്ന് പറഞ്ഞു വരും. അതായത് 2000 ഇത് തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ 5, 4, 2145. ഈ 2145 നമ്മുടെ ഡ്യൂ ഡെപ്റ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 33i/8 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് തമ്മിൽ കട്ട് ചെയ്ത് കളയാമെന്ന് തോന്നുന്നു. 6 പ്രാവശ്യം പോകും. കട്ട് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് 65 എന്ന് പറഞ്ഞു വരും. സോ ഓരോ ഇൻസ്റ്റാൾമെൻറ്റും 65 × 8 എന്ന് പറഞ്ഞു വരും. അതിൻ്റെ വാല്യൂ 480-ഉം 40-ഉം 520. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 520 ആയിരിക്കും.